നമുക്കിതേ താമരയുടെ ഒരു പൂട്ടിങ് നോക്കാവേ. താമരയുടെ ട്യൂബർ, താമരയുടെ ഒരു കിഴങ്ങാണ് ഇത്. അപ്പോൾ ഈ കിഴങ്ങ് മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ദിവസമായി വെള്ളത്തിൽ വെറുതെ ഇട്ടിരുന്നത്. അപ്പോൾ ഇതിന് മുളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഒന്ന് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടേ നമ്മൾ ബക്കറ്റിനകത്ത് ഇതാ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാണകപ്പൊടി തന്നെ നല്ല പൊടിഞ്ഞ പച്ച ചാണകം എടുക്കരുത്, നല്ല ചാണകപ്പൊടി, നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു ഭാഗത്ത് കുറച്ച് മണ്ണും എടുത്തിട്ടുണ്ട്. പകുതി ചാണകപ്പൊടി പകുതി മണ്ണ് എന്നൊരളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ മണ്ണിടാതെ. ഇത് മണ്ണാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ള മണ്ണ് തന്നെയാണ്, ചെളിമണ്ണൊന്നുമല്ല. എൻ്റെ മണ്ണുണ്ടല്ലോ, സാധാ മണ്ണ്, അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചെളിപ്പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ചെളിപ്പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പോവാണേ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി നന്നായിട്ട് തന്നെ ഇങ്ങനെ അതേപോലെ കുഴച്ചെടുക്കണം. ഈ ചാണകപ്പൊടി മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ആണ്. ആ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ചെളിപ്പരുവം തന്നെ ആക്കിയെടുക്കണേ. അപ്പോൾ ഇത് ഒരുവിധം നല്ല ചെളിപ്പരുവായിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇല മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ പാത്രത്തിൻ്റെ നടുക്കല്ല നമ്മുടെ സൈഡ് ചേർത്തിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കണം. ഈ റൗണ്ട് ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ സൈഡ് ചേർത്ത് നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതേപോലെ ഒരുപാട് അങ്ങ് താഴ്ന്നു പോകരുത്. ഇല മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ നട്ടു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഇല എവിടെ നിൽക്കുന്നു അപ്പോൾ അത്രയും ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഈ ഒരു ഭാഗം വരെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ. ബാക്കി ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇച്ചിരി അസോള പായലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ക്ലീനായിട്ട് കിടക്കും. കുറച്ച് അസോള എടുക്കാതെ. കുറച്ച് അസോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അസോള ഇങ്ങനെ നിറയുന്നതനുസരിച്ച് കൊതു കയറി മുട്ടയെടുത്തൊന്നുമില്ല. പിന്നെ വെള്ളം നല്ല ക്ലീനായിട്ട് കിടക്കും. അതിനുവേണ്ടി നമ്മൾ അസോള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അസോള ഇങ്ങനെ താമരക്കുളത്തിലെല്ലാം ഞാൻ ഇതേപോലെ അസോള ഇട്ടിട്ടുണ്ട്. അസോള ഇട്ടുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ആ അസോള പിന്നെ ചെടിയുടെ വളമായിട്ടുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മീനൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം, പശുക്കൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താമരയുടെ പോയിട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.